ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുലിയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു കുക്കിംഗ് വ്ലോഗാണ്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മളിപ്പം സാമ്പാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്, ഒരു ഫുഡാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം സാമ്പാർ എങ്ങനെയാണ് വയ്ക്കേണ്ടത് അല്ലേ. പക്ഷെ എല്ലാവരും വെക്കുന്ന സാമ്പാർ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വ്യത്യസ്തമായിരിക്കും. എല്ലാ കൂട്ടുകളും കാര്യങ്ങളും എല്ലാം സെയിം ആണെങ്കിൽ പോലും അത് കഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരാൾ വെക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ വെക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ്. പലതരത്തിലുള്ള സാമ്പാറുകൾ, ഇപ്പോൾ സദ്യക്ക് സ്പെഷ്യലായിട്ടുള്ള സാമ്പാർ, വീട്ടിൽ വെക്കുന്ന സാമ്പാറുകൾ, ചിലർ മുളക് പൊടി മല്ലിപ്പൊടിയും വറുത്തിടുന്നുണ്ട്, പച്ചക്കിടുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് സാമ്പാറിൻ്റെ പ്രിപ്പറേഷൻ. അപ്പം ചില ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് സാമ്പാർ വയ്ക്കുന്നവരുണ്ട്, അല്ലാതെ നമ്മുടെ അല്ലാത്ത മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് സാമ്പാർ വയ്ക്കുന്നതുകൊണ്ട്. മലപ്പുറത്തൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ സാമ്പാർ കഴിച്ചപ്പോൾ നമ്മൾ വയ്ക്കുന്ന സാമ്പാറിന്ന് ഭയങ്കര വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പം എല്ലാ ടേസ്റ്റുകളും വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ വയ്ക്കുന്ന സാമ്പാർ എങ്ങനെയാണെന്ന് നിങ്ങളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ സാമ്പാറിന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ട്രൈ കൂടെ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് നേരെ സാമ്പാർ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പം ഞാൻ സാമ്പാർ വെക്കാൻ പഠിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ ആ ഒരു ഐഡിയ വെച്ചിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ പഠിച്ചെടുത്തതാണ്. അത് ഞാൻ അതൊരു കുക്കർ എടുക്കുകയാണ്. ഈ കുക്കറിലേക്ക് ഇതാ ഞാൻ സാമ്പാർ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എടുക്കുന്ന വെജിറ്റബിൾസിന് അനുസരിച്ച് അതിൻ്റെ ഒരു കണക്കിന് വേണം നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കാൻ. കൂടുതൽ പരിപ്പ് ഇടുമ്പോൾ ഒരുപാട് കൂടിപ്പോയാൽ സാമ്പാർ ഭയങ്കര തിക്കായി പോകും. എന്നാൽ കുറഞ്ഞു പോയാലോ സാമ്പാർ ഭയങ്കര ലൂസായിപ്പോൾ. അപ്പം നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പരിപ്പ് ഇടാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് പരിപ്പിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴുകിയെടുത്തു. കുറച്ച് ചെറിയ ഉള്ളി കുറച്ചധികം ഇടും കേട്ടോ. അപ്പം നമ്മൾ കുക്കറിൽ ഇത് രണ്ടും ഇട്ട ശേഷം അത് വേഗം ആവശ്യത്തിന് പാകത്തിന് വെള്ളവും കൂടെ ഒഴിക്കുക. അപ്പോൾ ഇതാ പരിപ്പിട്ടു, ചെറിയ ഉള്ളി ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമ്മൾ കുക്കർ അടച്ച് വയ്ക്കാൻ പോകും. അപ്പോൾ നമ്മൾ കുക്കർ ഗ്യാസിൽ വെച്ചു. ഒരു 2 വിസിൽ കേൾക്കുന്നവർ വെയിറ്റ് ചെയ്യുക. 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടാം. ഞാനൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. ഈ പുളിയിൽ കുറച്ച് വെള്ളവും കൂടെ വീഴ്ത്തി പുളി ഒന്ന് കോരാൻ വേണ്ടി വെച്ചേക്കുക. അപ്പൊ നമുക്ക് നമ്മൾ സാമ്പാറിന് യൂസ് ചെയ്യുന്ന മലക്കറികളും കൂടെ കാണിച്ചു തരാം. വെള്ളരിക്ക, പടവലം, ക്യാരറ്റ്, കത്രിക്ക, മിരിങ്ങയ്ക്ക, അമരയ്ക്ക, മുളക്, ചേമ്പും കിഴങ്ങ്. പിന്നെ നമ്മൾ മലക്കറി ഇത്രയും ഇട്ട് വേവിച്ച ശേഷം ലാസ്റ്റ് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിക്കും കൂടെ ഇടും. അപ്പോൾ ഇത്രയും മലക്കറിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സാമ്പാർ വയ്ക്കാൻ. ഇതിലപ്പുറം മത്തനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്ക് ഇത്ര ഇടുന്നതാണ് സാമ്പാറിന് എനിക്കിഷ്ടം. മറ്റുപയോഗിക്കുന്നത് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇടും. അത് ലാസ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ 2 വിസിൽ കേട്ടപ്പോൾ തന്നെ പരിപ്പ് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പുളിയില്ലേ, ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഈ കഷ്ണത്തിനോടൊത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്താലേ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. പിന്നെ പുളിവെള്ളം ഒഴിച്ച ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കട്ടക്കായം കൂടെ ഇടുന്നുണ്ട്. കട്ടക്കായം അത്യാവശ്യം വലിയൊരു കട്ട തന്നെ എടുത്തിട്ട് അതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തു. പൊടിക്കായ യൂസ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ടക്കായമാണ് പൊതുവേ യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കുക്കർ വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ കുക്കറിൽ പ്രഷറൊക്കെ ഒന്ന് മാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ഉലുവ എല്ലാവരും നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടാവാം, എങ്കിൽ അതായിരുന്നാലും മതി. നമ്മളിൽ വറുത്ത് പൊടിച്ചതില്ലാത്തതുകൊണ്ട് നമ്മളത് ഒന്നേന്ന് വറുത്ത് പൊടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉലുവ വറുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതൊരു 1/2 to 3/4 സ്പൂൺ, നമ്മൾ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്
ടേസ്റ്റ് നോക്കി ചെയ്യുക കേട്ടോ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്കയും തക്കാളിയും എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാറും കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കുമ്പോൾ എന്തെങ്കിലും കുറവ് തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാർ അവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് വറുത്തെടുത്തും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം, അല്ലാതെ പച്ചയ്ക്ക് വിടാം കേട്ടോ. ഞാൻ എപ്പോഴും വറുത്താണ് സാമ്പാറിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യുന്നത്. ഒരു 2.5 സ്പൂൺ മുളക് പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സാമ്പാറിൽ ഇത്രയും പൊടികളൊക്കെ ആഡ് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കടുപ്പോ ഇങ്ങനെ എറിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ന്യൂട്രൽ ആക്കാൻ വേണ്ടി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇടാം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു എന്തെങ്കിലും മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ ഒരു പച്ചപ്പ് എറിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ന്യൂട്രൽ ആയിക്കോളും. പിന്നെ സാമ്പാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് താളിച്ചൊഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് പൊട്ടിച്ച് എടുത്ത ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഇതൊന്ന് കോരി ഒഴിക്കുക കേട്ടോ. എന്നിട്ട് സാമ്പാറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഈ നമ്മളെ കടുവറുത്ത ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് അത് തിരിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് മല്ലിയിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് പിച്ച് സാമ്പാറിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് ആ കുക്കർ അങ്ങ് അടച്ച് വയ്ക്കുക. നമ്മളിത് എപ്പോഴും രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കി വയ്ക്കുന്നത്. രാത്രി ഉണ്ടാക്കി ഇതുപോലെ വെച്ച ശേഷം മല്ലിയില ഇട്ട ശേഷം പിന്നെ ഇളക്കാതെ മല്ലിയില ഇട്ട ശേഷം കുക്കർ അടച്ചു വയ്ക്കും. എന്നിട്ട് രാവിലെ അങ്ങോട്ട് തുറന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കും. കഷ്ണത്തിലൊക്കെ എല്ലാ കൂട്ടും പിടിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ രാവിലെ വെപ്രാളത്തിലൊക്കെ വെച്ചിട്ട് ഉടനെ തന്നെ ചൂടോടെ കോരി കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആ കഷ്ണത്തിലൊന്നും ആ ഒരു കൂട്ടൊന്നും പിടിച്ച് സെറ്റാവില്ല. നമ്മളെപ്പോഴും മീൻ കറി വയ്ക്കുമ്പോഴൊക്കെ ആയിരുന്നാലും കുറച്ചധികം നേരം ഇരുന്നിട്ട് കഴിക്കുമ്പോൾ അല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് സാമ്പാറും കേട്ടോ. കുറച്ചധികം നേരം നമ്മൾ രാത്രി വെച്ച് ആ കുക്കർ അതുപോലെ ആ ചൂടോടുകൂടി കുക്കർ അങ്ങ് അടച്ച് തൊടാതെ വെച്ചിരുന്നാൽ രാവിലെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായ സാമ്പാർ തയ്യാർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.